ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 28 ശ്ലോകം 6. ലക്ഷ്മി ദേവി ഭഗവാനെ സ്വയം വരിക്കുന്ന ഭാഗമാണ്. ഓരോ ദിവ്യമായ വസ്തുക്കൾ വിശിഷ്ട വ്യക്തികൾ കൊണ്ടുവന്ന് ദേവിയെ അണിയിച്ചു. അങ്ങനെ സർവാഭരണങ്ങളും അലങ്കരിക്കപ്പെട്ട് വൈജയന്തിമാല കയ്യിലെടുത്തുകൊണ്ട് ദേവി ചുറ്റുഭാഗത്തും നോക്കി. തന്നെ ഇങ്ങോട്ട് കാമിച്ച് നിൽക്കുന്ന അങ്ങനത്തെ നോട്ടമുള്ളവരെയൊന്നും ദേവി ആഗ്രഹിച്ചതേയില്ല. തൻ്റെ ഈ മോഹനമായ രൂപത്തിൽ അല്പം പോലും ആഗ്രഹിക്കാതെ ആത്മാരാമനായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ ദേവി ആഗ്രഹിച്ചു. അവിടുത്തെ കഴുത്തിൽ വരണമാല്യം ചാർത്താനായിട്ട് ദേവി മന്ദം മന്ദം ഇങ്ങനെ പോന്നു. അതാണ് 6ാമത്തെ ശ്ലോകം. വരണസ്രജമാത്തഭൃംഗനാദാം ദദതി സാ കുജകുംഭമന്ദയാന പദശിഞ്ചിതമഞ്ജുനൂപുരാ ത്വാം കലിതവ്രീളവിലാസസമാസസാദാ. വരണസൃജം ആത്ത ഭൃംഗനാദാം ദധതി. വരണമാല്യം കയ്യിലെടുത്തു. സൃജം മാല, ആ സ്വയംവരത്തിനുള്ള മാല കയ്യിൽ ദധതി ധരിച്ചുകൊണ്ട്. ആത്ത ഭൃംഗനാദം, അതിനെ ചുറ്റി ഇങ്ങനെ വണ്ടുകൾ പറക്കുന്നുണ്ടായിരുന്നു. ആ മാല കയ്യിലെടുത്ത് കുജകുംഭമന്ദയാന, സ്തനങ്ങളുടെ ഭാരം കൊണ്ട് മെല്ലെ മാത്രം അരയന്ന നടക്കുന്നതായ ആ ദേവി പദശിഞ്ചിത മഞ്ജുനൂപുരാസ, പദങ്ങളിൽ കാലുകളിൽ കിലുങ്ങുന്നതായ മഞ്ജു മനോഹരങ്ങളായ നൂപുരം കാൽത്തളകളോടുകൂടി ആ ലക്ഷ്മി ഭഗവതി കലിത വ്രീള വിലാസം, ലജ്ജയോടുകൂടിയ മാനസിക ഭാവമൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ത്വാം ആസസാദ, അങ്ങയെ സമീപിച്ചുവല്ലോ. അഭിഷേകമൊക്കെ കഴിഞ്ഞ് ചന്ദന കുങ്കുമങ്ങളൊക്കെ ചാർത്തി ആഭരണാദികളൊക്കെ അലങ്കരിക്കപ്പെട്ടതിന് ശേഷം തൻ്റെ കയ്യിലുള്ള അഭൗമമായിട്ടുള്ള മാലയുടെ സൗരഭ്യത്താൽ വന്നു ചേർന്നിട്ടുള്ള വണ്ടുകളുടെ ശബ്ദത്തോടുകൂടി ഇങ്ങനെ മെല്ലെ നടക്കുകയാണ്. അപ്പോൾ ഇളകുന്ന കുണ്ടലങ്ങളുടെ ശോഭ കവിളുകളെ തിളക്കമുള്ളതാക്കി. ആ കവിളുകളിൽ ലജ്ജ ഇങ്ങനെ പ്രതിബിംബിച്ചിരുന്നു. ഭഗവാനെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് ദേവി തൻ്റെ ദേവേന്ദ്രൻ കൊടുത്തിട്ടുള്ള ദിവ്യമായ സിംഹാസനത്തിൽ നിന്നും മെല്ലെ എഴുന്നേറ്റ് ഭഗവാൻ വിഷ്ണുവിൻ്റെ സമീപത്തേക്ക് എത്തി. ശ്ലോകം കൂടി നോക്കാം. വരണസ്രജമാത്ത ഭൃംഗനാദാം ദദതി സാ കുജകുംഭമന്ദയാന പദശിഞ്ചിതമഞ്ജുനൂപുരാ ത്വാം കലിതവ്രീളവിലാസസമാസസാദ. അടുത്ത ശ്ലോകത്തിലാണ് ലക്ഷ്മി ദേവി ഭഗവാന് വരണമാല്യം ചാർത്തുന്നത്. ഓരോരുത്തരെയും ദേവി നോക്കി. ഇങ്ങോട്ട് കാമിക്കുന്നവരെയൊന്നും തനിക്ക് വേണ്ട എന്ന് കരുതി. മാത്രമല്ല, ഓരോരുത്തർക്കും ഗുണങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ കവച്ചു വയ്ക്കുന്ന ദോഷങ്ങളെ ദേവി കാണുകയാണ്. ശ്ലോകം നോക്കാം. ഗിരിശ ദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോ അവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയി അനയാപി ദിവ്യമാല. അർത്ഥം: ഗിരിശ ദ്രുഹിണ ആദി, ഗിരിശൻ ശിവൻ, ദ്രുഹിണൻ ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള സർവദേവാൻ, അവിടെയുള്ള സകല ആളുകളെയും ഗുണഭാജ അഭി, ദേവി ശ്രദ്ധിച്ചു നോക്കി. എല്ലാവർക്കും ഗുണമുണ്ട് എങ്കിലും അഭി, അങ്ങനെയാണെങ്കിലും അവിമുക്ത ദോഷ, വിട്ടുപിരിയാതെ ദോഷം കൂടിയും ഉണ്ട്. ദോഷലേശാൻ, അല്പമാണെങ്കിലും അവരൊക്കെ ആ ദോഷത്തിൻ്റെ പിടിയിലുള്ളവരാണ്. അവമൃശ്യ, അതുകൊണ്ട് നല്ലോണം ആലോചിച്ച് അവരൊന്നും വേണ്ട എന്ന് വിചാരിച്ചു. അനയാ അഭി, ഈ ലക്ഷ്മി ദേവി എന്തു ചെയ്തു? പിന്നെ സദാ സർവരമ്യേ,
എല്ലാവരിലും വെച്ച് ഏറ്റവും ഗുണവാനും സുന്ദരനും ആയിട്ടുള്ള ത്വയി ഏവ ഭഗവാനെ അങ്ങയുടെ അടുത്തേക്ക് വന്ന് അങ്ങയിൽ മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണങ്ങൾ മാത്രം യാതൊരു ദോഷലേശവും ഇല്ലാത്തത് എന്ന് കണ്ട് ദിവ്യമാല നിഹിത ദിവ്യമായ ആ സ്വയംവരമാല്യം അങ്ങയുടെ കഴുത്തിൽ അർപ്പിച്ചുവല്ലോ. നൂപുരങ്ങളുടെ മനോഹരമായ ശബ്ദത്തോടുകൂടി സഞ്ചരിക്കുന്ന ഒരു സ്വർണ്ണ വള്ളി എന്നതുപോലെ ദേവി ഇങ്ങനെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് സഞ്ചരിച്ചു. ചില ആൾക്കാർക്കൊക്കെ നല്ല തപസ്സുണ്ട്, ഋഷിമാർക്ക്. പക്ഷേ അവർക്ക് കോപവും അങ്ങനത്തെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, ശാപവും ഒക്കെ ഉണ്ട്. വേറെ ചിലർക്ക് വലിയ ജ്ഞാനമുണ്ട്, പക്ഷേ വിഷയാസക്തി മുഴുവനും പോയിട്ടില്ല, കാമം അവർക്കുണ്ട്. ചിലർ ഭംഗിയുള്ളവരാണ്, പക്ഷെ അവർക്ക് സാമർഥ്യമില്ല. ചിലർക്ക് വലിയ ധർമ്മബോധമൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് സ്വാർത്ഥത ഉണ്ട്. ചിലർക്ക് വലിയ ഐശ്വര്യ കാരണം സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ നശിച്ചു പോണതാണ്. ചിലർക്ക് ദീർഘായുസ്സുണ്ട്, പക്ഷേ അവർക്ക് സ്ത്രീകളെ കൊണ്ട് നടക്കാൻ, അവരെ ആനന്ദിപ്പിക്കാനൊന്നും അറിഞ്ഞുകൂടാ. ചിലർക്ക് ഇതൊക്കെ ഉണ്ട്, പക്ഷേ ആയുസ്സില്ല. ചിലർക്ക് ഇതെല്ലാം ഉണ്ട്, പക്ഷേ വാസസ്ഥലം ശരിയല്ല. അത് മഹാദേവനെയാണ് പറയണത്. അങ്ങനെ ഓരോരുത്തരിലും ഓരോ ദോഷം കണ്ട് ദേവി അവരെയൊക്കെ മാറ്റി നിർത്തി ഒടുവിൽ മഹാവിഷ്ണുവിനെ നോക്കി. മഹാവിഷ്ണുവിനാണെങ്കിൽ തന്നോട് വലിയ ഇഷ്ടമൊന്നും കാണാനില്ല. എങ്കിലും ഭഗവാൻ തന്നെയാണ് തൻ്റെ വരൻ എന്ന് കരുതി ദേവി ഭഗവാനെ വരണമാല്യം ചാർത്തുകയാണ്. ഭാഗവതത്തിൽ പറയുന്നത്, ലജ്ജയോടും മന്ദഹാസത്തോടും കൂടി ദേവി തൻ്റെ മനോഹരമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ വക്ഷസ്ഥാനം നോക്കി. എന്നെ ഇവിടെ ഇരുത്തോ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഈ മാറിയിടത്തിൽ എനിക്ക് സ്ഥാനം നൽകുമോ എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ഭഗവാന്റെ അടുത്ത് ഈ മാലയും കൊണ്ട് ചെന്ന് നിന്നു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ മുഖത്ത് സന്തോഷഭാവം കണ്ട ആ ലക്ഷ്മി ഭഗവതി ത്രിലോകമാതാവ് ഭഗവാന്റെ കഴുത്തിൽ വരണമാല്യം ചാർത്തി. ശ്ലോകം: ഗിരീശ ദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോ അവിമുക്തദോഷലേശാൻ അവമൃശ്യ